ഹലോ ഗായ്സ്, നമസ്കാരം. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറയാ പോണേ? തേക്കടയിൽ പോയിട്ടുണ്ടായ കാര്യം. തേക്കടയല്ല, നിങ്ങൾ ഫുഡ് കഴിക്കാൻ ട്രിപ്പ് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഞ്ഞി തേക്കടത്തെ കഥ പറ. ആ തേക്കടി ഫുഡ് കഴിക്കാൻ പോയി കഥ പറയാ. ഇച്ചി പറ, ഞാൻ അടുക്കി പറയാം. നീ പറ. ഞങ്ങള് ഒരു ഫുഡ് കഴിക്കാൻ പോയി വൈകിട്ട് രാത്രി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ആ റെസ്റ്റോറൻറ്റ് കുറേ നോർത്ത് ഇന്ത്യൻസും ഇംഗ്ലീഷുകാരും ഉണ്ടായാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ചോദിച്ചു, ചേട്ടാ മെനു ചോദിച്ചു. എന്നിട്ട് പറ. അപ്പോൾ ആള് പറഞ്ഞു മെനു ഇല്ല, 4 ദിവസമായിട്ടുള്ള കട ഷോപ്പ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു എന്തൊക്കെ സാധനം അവിടെ ഉള്ളതെന്ന്. എന്നിട്ട് അതിൽ ഞങ്ങൾ 4 സാധനം ഓർഡർ ചെയ്തു. 4ന്റെ റേറ്റ് ചോദിച്ചിട്ട് ഓർഡർ ചെയ്തത് അല്ലേ? ചപ്പാത്തിയുടെ മാത്രം റേറ്റ് ചോദിച്ചു. ചപ്പാത്തിയുടെ ചോദിച്ചില്ല, പിന്നെ പെപ്പർ ചിക്കനും ചോദിച്ചില്ല, ചിക്കൻ 65 ചോദിച്ചില്ല. ആ അപ്പോൾ ആദ്യം ഞങ്ങൾ ചിക്കൻ, അതായത് പെപ്പർ ചിക്കനാ ബട്ടർ ചിക്കൻ? പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ആൾ 250 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മറ്റേ ചിക്കൻ ഏകദേശം സെയിം തന്നെ ആയിരിക്കുമല്ലോ. ഫ്രൈഡ് റൈസ് ചോദിച്ചപ്പോൾ 160 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ അപ്പം ഞങ്ങൾ അവിടുത്തെ കറങ്ങാൻ പോയി. അവിടെ ഉള്ള കടകളിലൊക്കെ നടന്നു പോയി. അതിന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ആള് പറഞ്ഞു, എന്തിനാ പാക്ക് ചെയ്യണം, നിങ്ങൾ കഴിച്ചിട്ട് പോവാ. ഇരുന്ന് കഴിച്ചിട്ടോ, എന്തിനാണ് പാഴ്സൽ ചെയ്യണം? വേണ്ട, തൊട്ടപ്പുറത്തെ റൂം ഞങ്ങൾക്ക് അവിടെ പോകണം, അവിടെ പോയിട്ട് കഴിക്കാന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് അതിന് പിന്നെ ബില്ല് വന്നപ്പോൾ ഒക്കേത്തിന് ഒരു 30 രൂപ വെച്ച് എക്സ്ട്രാ കയറ്റി. ചപ്പാത്തിക്ക് എത്ര കണ്ടിരുന്നു നമ്മൾ? 40-30 കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചപ്പാത്തിക്ക് ഇത്രയും കാശാണ്. അപ്പോൾ ഞാൻ ചെറിയ ചിക്കനൊക്കെ 30 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് 250 പറഞ്ഞ? അല്ല 280. ഫ്രൈഡ് റൈസ് 160 പറഞ്ഞ? അല്ല 180. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ പറ്റിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാം, അയ്യോ പോലെ പൈസ കുറച്ചതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഇതുപോലെ തന്നെ ഞാൻ ഡൽഹി പോയപ്പോൾ റെഡ് ഫോർട്ടിലല്ല, മറ്റേ കുത്തബ് മിനാറിൻ്റെ അവിടെ ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒക്കെ ഒരു 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽ, പിന്നെ വളരെ ലോക്കൽ ഹോട്ടൽ. അവസാനം ഒരു ധാബ പോലെ സെറ്റപ്പ് കയറി ഫുഡ് കഴിച്ചു. നാട്ടിൽ നമ്മൾ കഴിക്കണ പോലെ തന്നെ കഴിച്ചേ. 2 റൊട്ടിയും ഒരു ചിക്കൻ കറിയും ഒരു ലസ്സിയും അങ്ങനെ കഴിച്ചു. നമ്മുടെ നാട്ടിലത്തെ റേറ്റും ഉദ്ദേശിച്ച ഓക്കെ ആയിരിക്കും. റേറ്റ് ചോദിച്ചില്ല, മെനു ചോദിച്ചില്ല. അതിന് ബില്ല് ഇട്ടപ്പോഴാണ് 1500 രൂപ. അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒന്നും പറയാനില്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കാശ് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കാശ് കൊടുത്ത് തന്നു. ഇവിടെ അതേ സെയിം സെറ്റപ്പ്. അവിടെ ഞങ്ങൾ തേക്കടി പോയ റെസ്റ്റോറൻറ്റിൽ കുറേ നോർത്ത് ഇന്ത്യൻസും ആൾക്കാരും കഴിക്കല് ഒരു ബില്ലില്ല, ഒന്നുമില്ല. കൊടുക്കുമ്പോൾ നന്നായിട്ട് എഴുതി കൊടുക്കും. കാരണം ഇവരിനി ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോഴേക്കും വരാം ആ റേറ്റ് കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ റേറ്റ് എന്നിട്ട് ആ ഒരു എക്സ്ക്യൂസാണ് കോമഡി. കട തുടങ്ങിയിട്ട് 3 ദിവസമായുള്ളൂ 4 ദിവസമായുള്ളൂ, മെനു ഇല്ലാണ്ട് ഏത് റെസ്റ്റോറൻ്റാണ് തുടങ്ങുക? അപ്പം നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും റേറ്റിങ്ങൊക്കെ നോക്കിയിട്ട് റേറ്റിംഗ് നോക്കിയിട്ട് കഴിക്കുക. ഞങ്ങളിതുപോലെ വേറെ മുന്നത്തെ വ്ളോഗ് അറിയാമല്ലോ, സ്ഥലത്ത് പോയിട്ട് പാറ്റനെ കിട്ടി, വാഗമണിൽ പോയിട്ട്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയി. അത് നല്ലൊരു അടിപൊളി പാറ്റയായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും നോക്കി കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയാവും. നല്ല ഫുഡ് പോയ്സണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.